കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി എങ്ങനെയെങ്കിലും അലോകിനെ പുറത്തിറക്കണമെന്ന് ബാലനോട് അപേക്ഷിക്കുകയാണ്. പക്ഷെ ബാലൻ താൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുക. അപ്പൊ അനുശ്രീക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്, അമ്മയ്ക്കോ മിത്രയിടത്തേക്കോ ഒന്നും ഈ കേസുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ യാതൊരുവിധ താല്പര്യവും ഇല്ലെന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ അനുശ്രീ എങ്ങനെയാണ് കോടതിയിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കോടതിയിൽ അരങ്ങേറുന്നതെന്ന് നോക്കാം. അങ്ങനെ അനുശ്രീയുടെ കേസ് വിളിക്കുകയാണ്. അപ്പം അലോകാണെങ്കിൽ പതിവ് പോലെ തന്നെ കോടതിയിലേക്ക് കടന്നു വരുമ്പം നിസ്സഹായോടെ അനുശ്രീയെ നോക്കുവാണ് കേട്ടോ. കുറ്റബോധമോ അതുപോലെ സങ്കടമോ എല്ലാം കൂടി കലർന്ന വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. അപ്പം അലോകിന്റെ ആ കോലം കാണുമ്പം ഗോമതിക്ക് പിന്നെയും സങ്കടം വരിക. ഇത്രയും നാളും കണ്ടിരുന്ന പ്രൗഢിയൊന്നും അലോകിൽ തീരെ കാണാനായിട്ടില്ല. ആകെ കോലം കെട്ടിയിരിക്കുന്നു. അത് കാണുന്ന അച്യുതനും ഒരുപാട് സങ്കടം വരികയാണ്. തൻ്റെ മകൻ ഈ അവസ്ഥയിൽ എത്തിയല്ലോ, അവനെ എങ്ങനെയും പുറത്തിറക്കിയേ പറ്റൂ എന്നൊരു ചിന്ത കടന്നു വരിക. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ ബാലനുമായിട്ട് ഗുസ്തിക്കൊന്നും ഇത്തവണ അച്യുതൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. എങ്ങനെയും അലോകിനെ പുറത്തിറക്കണം, അത് മാത്രമേ അച്യുതന്റെ മനസ്സിലുള്ളൂ. ഇതേസമയം അനുശ്രീയുടെയും അലോകിന്റെയും കേസ് വിളിക്കുമ്പം രണ്ടുപേരും നേർക്കുനേർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അനുശ്രീക്കും വളരെ സങ്കടം തോന്നുന്നു. അതേസമയം ബാലനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. തന്റെ മകളോട് അലോക് ചെയ്തതിനുള്ള സകല ശിക്ഷയും അവനിന്ന് കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ ബാലൻ മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ആരിനും ഒരിക്കലും പതറിപ്പോകാതെ അവൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്ന നിലപാടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷെ ഗോമതിക്ക് എങ്ങനെയും അലോക് രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ചിന്ത. അങ്ങനെ അവരുടെ കേസ് വിളിക്കുകയാണ്. അനുശ്രീയും അലോകും നേർക്കുനേർ കോടതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വക്കീലുമാരൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങാം. പെട്ടെന്ന് കോടതി മുന്നാകെ അനുശ്രീ ഒരു കാര്യം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക. അപ്പൊ ജഡ്ജി ചോദിക്കും, കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് അനുശ്രീ പറയും, എനിക്ക് ഇവിടെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പോലും അറിയില്ല, എങ്കിലും ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ആ തീരുമാനം അംഗീകരിക്കണം എന്ന് ഞാൻ കേണായി അപേക്ഷിക്കുന്നു എന്ന് പറയാം. അപ്പൊ എന്താണ് അനുശ്രീ പറയാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ജഡ്ജി പറയും, കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ, ഇവിടെ കുട്ടി ആരെയും ഭയപ്പെടേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് പറയണം. ഈ നിൽക്കുന്ന അലോക് മാനസികമായി എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ജീവിതം ഈ രീതിയിലായി തീരാനും എല്ലാം കാരണക്കാരൻ ഇവൻ തന്നെയാ. പക്ഷേ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അത് ഇവനോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഈ കേസിന്റെ പേരിൽ എൻ്റെ കുടുംബത്തിലെ പലരും മാനസികമായി വളരെയേറെ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, അലോകിന്റെ കുടുംബത്തിലുള്ളവരാരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. അതുകൊണ്ട് മാത്രം ഈ കേസ് പിൻവലിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയാം. അത് കേൾക്കുന്ന ജഡ്ജി അടക്കം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ബാലൻ ഇവളിത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുക. പെട്ടെന്ന് ആര്യൻ എഴുന്നേക്കും. അനു മോളെ, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് ജഡ്ജി ആര്യനോട് പറയുന്നുണ്ട്, കോടതി നടപടികൾക്ക് ഭംഗം വരുത്തി കഴിഞ്ഞാൽ ശിക്ഷ നേരിടേണ്ടി വരും, ഓർഡർ ഓർഡർ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പെട്ടെന്ന് ജഡ്ജി അനുവിനോട് ചോദിക്കും, കുട്ടി ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനു പറയും, ഒരിക്കലുമല്ല, ഇതെന്റെ സ്വന്തം തീരുമാനമാണ്. ഞാൻ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ തീരുമാനത്തെ കോടതി അംഗീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എന്ന് പറയാം. ഇത് കേൾക്കുന്ന ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അനു ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഗോമതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അലോക് കുറ്റവിമുക്തനായിട്ട് പുറത്തു പോകൂലോ. ഇപ്പൊ ഗോമതി മാനസികമായി അത് തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അനു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മുടെ ബാലനാണ്. ബാലൻ ഒരിക്കലും അനുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നേയില്ല. അപ്പൊ അനുവിന്റെ ആ സംസാരം കേൾക്കുമ്പം അലോകും അതുപോലെ തന്നെ അച്യുതനും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അനു കേസ് പിൻവലിക്കോ എന്നുള്ള രീതിയിൽ നിൽക്കുക. അച്യുതന്റെ മനസ്സിലേക്ക് വീണ്ടും ധാർഷ്ട്യം കടന്നു വരികയാണ് കേട്ടോ. തങ്ങളെ ഭയന്നിട്ടാകും അനുശ്രീ കേസ് പിൻവലിച്ചത്. അവള് തോക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയപ്പോൾ അവള് സ്വയം കേസ് പിൻവലിച്ചതാകും എന്നൊക്കെയാണ് കേട്ടോ അയാളെ മനസ്സിൽ കരുതുന്നത്. പെട്ടെന്ന് അലോക് പറയും, ഞാൻ അനുവിനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവളോട് ഞാൻ ചെയ്ത തെറ്റിന് ഈ കോടതി അനുശാസിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ജഡ്ജി പറയും, കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് എന്ത് ശിക്ഷയാണോ ഞങ്ങൾ തരേണ്ടത്? ഈ കുട്ടിക്ക് തനിക്ക് മേലൊരു പരാതിയും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ പരാതി എന്ന് ചോദിക്കാൻ കേട്ടോ.
അങ്ങനെ അനുശ്രീ കേസ് പിൻവലിച്ചതോടുകൂടി കോടതിയിൽ അവരുടെ കേസ് അസാധുവായി മാറുകയാണ്. അപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പെട്ടെന്ന് ബാലന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തലേന്ന് രാത്രി അനുശ്രീ തന്നോട് സംസാരിച്ചതാണ്. അപ്പൊ അനുശ്രീ ബാലനോട് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നിനക്ക് എന്താ ഇങ്ങനെ പേടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനു പറയും, അച്ഛ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യുന്നതിന് എൻ്റെ അച്ഛനോ എന്നോട് ഒരിക്കലും വിരോധം തോന്നരുത് എന്ന് പറയാം. എന്താ മോളെ? നാളെ കോടതിയിൽ പോകുമ്പം ഞാനൊരു കാര്യം പറയും, അച്ഛൻ ഒരിക്കലും അതിനെന്നോട് പിണങ്ങരുത് എന്ന് പറയാം. മോൾ എന്തിനാ പേടിക്കുന്നത്? മോൾക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ തുറന്ന് പറയണം. എന്നാലല്ലേ അലോക മോളോട് ചെയ്തതിനുള്ള ശിക്ഷ അവന് ലഭിക്കത്തുള്ളൂ. മിക്കവാറും നാളെ കൊണ്ട് തന്നെ അവന്റെ കേസ് അവസാനിക്കുമെന്ന വക്കീല് എന്നോട് പറഞ്ഞത്. അവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുകയും ചെയ്യും. മോൾ ഒന്നും ഓർത്തും ടെൻഷൻ ആവണ്ട എന്ന് ബാലൻ അപ്പം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ട് അതിനോടൊന്നും പിന്നീട് സംസാരിക്കാനും നിൽക്കുന്നില്ല. ഇതേസമയം ബാലന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അനു എല്ലാം നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇന്ന് കോടതിയിലേക്ക് വന്നത്. അലോകിനെ വെറുതെ വിടാൻ തന്നെ അവളും ആഗ്രഹിച്ചിരുന്നത് എന്ന് ബാലന് മനസ്സിലാവുക. അപ്പൊ ബാലൻ ഒന്നും മിണ്ടാതെ പോവാണ്. പെട്ടെന്ന് ഗോമതി അടുത്തേക്ക് ചെല്ലുക. ബാലേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ബാലൻ പറയും, ഗോമതി, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയാം. അതെന്താ ബാലേട്ട അങ്ങനെ പറയുന്നത്? ഞാൻ ഒരിക്കലും അവന് ശിക്ഷ കിട്ടരുതെന്നൊന്നും ആഗ്രഹിച്ചില്ല. അവന് കിട്ടാവുന്ന ശിക്ഷയ്ക്ക് ഒരു ഇളവ് വേണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയാം. നീ നിരന്തരം കേസ് പിൻവലിക്കണം എന്നുള്ള രീതിയിൽ വീട്ടിൽ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ അനുമോളും അത് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാവും അലോകിനെതിരെയുള്ള കേസ് അവള് പിൻവലിച്ചത്. ഇതിപ്പം അവളുടെ ഭാഗത്ത് നിൽക്കാൻ സ്വന്തം വീട്ടിൽ പോലും സ്വന്തം അമ്മ പോലും ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കാണും അനുവിന് എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അനു പറയും, ഇല്ല അച്ഛ, ഞാൻ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എൻ്റെ അച്ഛൻ എന്നോട് പിണങ്ങുകയും ചെയ്യരുത്. എല്ലാവർക്കും ഏറ്റവും വലുത് സമാധാനമല്ലേ അച്ഛ? ഈ കേസിന്റെ പേരിൽ ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതുമാത്രമല്ല, കൃഷ്ണമംഗലത്തുള്ള ആരും ഞാൻ അവിടെ നിന്ന കാലത്തോളം എന്നെ ദ്രോഹിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ്. അലോകൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് പെരുമാറിയത്. എന്തിനാണ് എല്ലാവർക്കും അവൻ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ നൽകുന്നത് എന്ന് അനുസരി ചോദിക്കുക. എൻ്റെ അച്ഛൻ എന്നോട് പിണങ്ങരുത്, അതെനിക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം അനുവാണ് ആര്യൻ്റെ അടുത്തേക്കും ചെല്ലുക. എനിക്കറിയാം ആര്യൻ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ഓർത്ത് വേദനിച്ചതും എൻ്റെ ആര്യൻ ചേട്ടനാണെന്ന് എനിക്കറിയാം. പക്ഷേ ആര്യൻ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മിത്രയെടുത്തിയും ഒരുപാട് വേദനിക്കുന്നില്ലേ അലോകിന്റെ ഈ അവസ്ഥയിൽ? നിങ്ങളുടെ ജീവിതത്തിലും അതിന്റെ പേരിൽ പ്രശ്നങ്ങളില്ലേ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. ഇല്ല മോളെ, നിനക്കെതിരെ അവൻ ചെയ്തതൊക്കെ ഓർക്കുമ്പം അവനോട് എനിക്കുള്ള പക കൂടുന്നേ ഉള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന അനു പറയും, വേണ്ട ആര്യൻ ചേട്ടാ, ഇനി പകയും ദേഷ്യവും ഒന്നും വേണ്ട. അവൻ പുറത്തിറങ്ങിയല്ലോ, ഇനി അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. അവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യവും അറിയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഞാനിനി എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു IAS കാരിയാകണം. അത് മാത്രമേ എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് നമ്മുടെ അനുശ്രീ പറയാണ് കേട്ടോ. അപ്പൊ ബാലൻ പറയും, എൻ്റെ മോള് എന്ത് തീരുമാനം എടുത്താലും അതിലൊരു ശരി ഉണ്ടാകുമെന്ന് അച്ഛൻ അറിയാം. മോളെടുത്ത ഈ തീരുമാനത്തെയും അച്ഛൻ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഗോമതി പറയുന്ന കേൾക്കുമ്പം നമ്മുടെ മീന് ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു അബദ്ധമാണ് ചെയ്തത്? നിന്നോട് എത്ര തെറ്റുകളൊക്കെ അവൻ ചെയ്തതാ, എന്നിട്ട് അവനെ വെറുതെ വിടാൻ നീ എന്തിനാ കോടതിയിൽ പറഞ്ഞത് എന്ന് ചോദിക്കുക. ഏടത്തി, ഞാൻ ഈ ചെയ്തത് തന്നെ ശരിയെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഏടത്തി എന്ന് പറയണേ. അപ്പം ഇത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. തൻ്റെ സഹോദരൻ കേസ് നിന്നും വിമുക്തനായിട്ട് വീട്ടിൽ വന്നല്ലോ. അതുപോലെ തന്നെ അച്യുതനും ഒരുപാട് സന്തോഷത്തിലാണ്. അലോക് തിരിച്ച് വീട്ടിലെത്തിയ സകല സന്തോഷവും അച്യുതനുണ്ട്. അപ്പം കൃഷ്ണമംഗലത്തുള്ളവരോട് പറയുന്നുണ്ട്, ആ പെണ്ണ് അനുശ്രീ, അവൾ നമ്മളോട് ഔദാര്യം കാണിച്ചതൊന്നും അല്ല. അവൾ ഈ കേസ് പിൻവലിച്ചതേ അവക്കറിയാം. കള്ളക്കേസിലാ എൻ്റെ മോനെ അവൻ കുടുക്കിയിരിക്കുന്നതെന്ന്. അവൾക്ക് ജയിലിൽ പോകാൻ നല്ല ഭയമുണ്ട്. ജയിലിൽ പോകുമെന്ന് കരുതിയിട്ടാ ആ പെണ്ണ് കേസ് പിൻവലിച്ചത് എന്ന് പറയാം. അത് കേൾക്കുന്ന രാജശ്രീയും പറയും, അത് അച്ചുവേട്ടൻ പറഞ്ഞത് നേരാ, അല്ലാതെ ദേവമംഗലത്തുള്ളവരാരും അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഇന്ദ്രാമയും അനന്തനൊക്കെ അനുവിന്റെ തീരുമാനത്തെ പ്രശംസിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല രാജശ്രീക്കും അച്യുതനും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ അവര് പറയുന്നത്. പക്ഷെ അലോക് ആകെ ഒരു ഒതുങ്ങിയ മട്ടാണ്. അലോകിന്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പം അച്യുതനും രാജശ്രീക്കും ഒരുപാട് സങ്കടമാവുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.